ഒരു പ്രാവശ്യം പോലും ചേനക്കമ്പ് വരെ കിട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വന്നതാട്ടോ. അതായത് ചേനയൊക്കെ പറിക്കുമ്പോ ഇല്ലേ, ഈ മുടി പോലെ കിടക്കുന്ന സാധനം ഇല്ലേ, നാര്, ചേനയുടെ വളർച്ച പൂർത്തിയായില്ല എന്ന്. ആണോ? ഇല പഴുത്തു കഴിഞ്ഞാൽ ചേന പറിക്കാം. അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് കേട്ടോ. അപ്പൊ തന്നെ എടുത്ത് പലഹാരം കഴിക്കാൻ പോലെ കഴിക്കും. ചമ്മന്തി കൂട്ടി തിന്നു കഴിഞ്ഞാൽ വിവരം അറിയും. ഇതൊരു 100% പോയിസൺ ഫ്രീ ഫുഡാണ്. ജൈവവളം മാത്രം. ഗംബൂട്ട് ഫിറ്റ് ചെയ്തോ? ഞാൻ ഷൂട്ടു. അതുകൊണ്ട് കാര്യമില്ല. കാലിന്റെ മുട്ട് വരെ സേഫ്റ്റി വേണം. കാരണം ഒരു പാമ്പാണെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ. ഇതില് പാമ്പ് കടിച്ച വെക്കില്ലേ ഗംബൂട്ട്? മുട്ട് വരെ ഇതല്ലേ, അപ്പൊ അതിന് താഴത്തേക്ക് ഇനി എന്ത് കടിച്ചു കഴിഞ്ഞാൽ കേൾക്കില്ല. ദോ ആ കാണുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. പുല്ലൊക്കെ ആയതുകൊണ്ട് ഞാൻ നിലത്തേക്ക് തന്നെ നോക്കിയായിരിക്കും നടക്കുക. ഫോണും ജസ്റ്റ് ഓണാക്കി വെക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിലേക്ക് നോക്കുന്നുണ്ടാവില്ല കേട്ടോ. എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് കണ്ടറിയാം. ഞാനും ഇറങ്ങി, അപ്പയുടെ കൂടെ വാക്കിനിറങ്ങിയതാ. ഈ പുല്ലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ക്ലീനായിട്ട് വെട്ടുന്നതാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു മഴ പെയ്താൽ മതി, വീണ്ടും ആർത്തലച്ചു വരും. ഞാൻ നടന്നു വന്ന വഴിയാണ് കേട്ടോ അതെ അത്. ആ വഴിയിലൂടെ ഞാൻ നടന്ന് ഇവിടെ വരെ എത്തി. കണ്ടോ ചേന. നമ്മളീ നടന്ന് എത്തിയത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ചേന പറിക്കാനാ. ഇപ്പൊ ചേന പറിക്കുന്ന സീസണാണോ? ഇപ്പൊ സീസണാ അല്ലേ? അമ്മയെ പറഞ്ഞ പറിക്കണമെന്ന്. ഞാൻ നിക്കുന്നത് ഇവിടെ കേട്ടോ. ഇവിടുന്ന് നടന്നതേ അവിടേക്ക് എത്തണം. പുല്ലായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിക്കാന്ന് വിചാരിച്ചു. അതാ നല്ല. കിട്ടി. വീണ്ടും ഞാൻ ഇങ്ങോട്ട് അടുത്ത് നോക്കി വരികയാണ്. കാരണം ചേന തൊട്ടാ ചൊറിയുവോ? ഇല്ലേ? എന്നാ കുഴപ്പമില്ല. ഹായ്, നല്ല രസം കാണാൻ. ഇത് കുഞ്ചാച്ചൻ തന്ന ചേനയല്ലേ അന്ന് നമ്മള് ചെന്നപ്പോ? എനിക്ക് ഓർമ്മയുണ്ട്. ഏകദേശം ഈ സമയത്തൊക്കെയാ നമ്മള് പോയി അവിടെ വീഡിയോ ഒക്കെ എടുത്ത. ഇവിടെ നട്ടിട്ടുണ്ടോ? ഇതാ അത് പറിക്കണം. ഇത് പഴുക്കുമ്പോഴാണോ ഇത് പറിക്കണ പാകം? ആണോ? ഇല പഴുക്കണോ അല്ലേ? ചേനത്തണ്ടും ചെറുപയറും. അത് ഏത് പ്രായത്തിലാ അത് പറിക്കണ നേരം? ആണോ? പക്ഷെ അന്നേരം ചേന കിട്ടൂലല്ലോ. സാധാരണഗതിയില് ഈ ഒരു തണ്ടിന് പകരം ചിലതിൽ 2 തണ്ട് വരും. അതിലൊരെണ്ണാണ് പറിക്കണത്. അങ്ങനെയുണ്ടല്ലേ? അത് കർക്കിടക മാസത്തിലല്ലേ അത് കഴിക്കണേ? ഏത് സമയത്ത് കഴിക്കണം. കാണുന്നില്ലല്ലോ. അടിയിലുണ്ടോ? കിട്ടി നമ്മളാ മുറിച്ച് നട്ടതല്ലേ ഇപ്പൊ ഒരു ഒറ്റ ചേനയായിട്ട് വളർന്നേക്കണം. നോക്കട്ടെ.
എത്തിപ്പോയി. ആ അത്യാവശ്യം സൈസ് ഉണ്ട്. എന്തോ ഒരു കിളികളാ. അടുത്തതും കിട്ടി. ഇത് ഒരെണ്ണം മതിയായിരുന്നല്ലോ ശരിക്കും നമുക്ക് കഴിക്കാൻ. എന്നല്ല അത് ഇപ്പോഴേ മുളകൊന്നു കഴിഞ്ഞു. ഇതിപ്പോ ഒരു 3 കിലോ ഉണ്ട്. ഓ ഇപ്പൊ എടുക്കണതാ. നാളെ പുഴുങ്ങണേന്ന് അമ്മ പറഞ്ഞേ. അത് ശരി, നാളെ വരെ കാത്തിരിക്കണം. ഇത് നല്ലതാണ്. എവിടെയാ ഇത് വെക്കേണ്ടതെന്ന് ചോദിക്കുക. ഒരു ട്രിപ്പ് വളയിടാൻ പറ്റുള്ളൂ. ഒരു ട്രിപ്പും കൂടി ഇടണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ മഴ അടച്ചു വന്നു. ഒരു ചാക്ക കൊണ്ട് ഇട്ടിട്ട് അവിടെ ഇടാം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വന്നതാട്ടോ. എല്ലാവർക്കും അറിയാം, എങ്കിലും എൻ്റെ വീട്ടിലും എൻ്റെ ഗ്രാൻഡ് മദറും ഇവിടുത്തെ അമ്മച്ചിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചരിത്രം പറയാനാണ് വന്നത്. ചരിത്രമൊന്നും അല്ല, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതിനൊരു അവസരം വന്നിട്ടില്ല. അതായത് ചേനയൊക്കെ പറിക്കുമ്പോ ഇല്ലേ, ഈ മുടി പോലെ കിടക്കണ സാധനം ഇല്ലേ, നാര് മുടിന്ന് ഞാനങ്ങ് പറഞ്ഞതാട്ടോ. അങ്ങനെ കിടക്കണ സാധനം കൂടുതൽ അതിലുണ്ടെങ്കിൽ ചേനയുടെ വളർച്ച പൂർത്തിയായില്ല എന്ന്. ആണോ? പൂർണ്ണ വളർച്ച എത്തുമ്പോ കുറച്ച് നാരുകളെ ഉണ്ടാവുള്ളൂ. ഞാനത് അവിടെ അമ്മ പറയുമായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോ അപ്പച്ചൻ ചേന പറിക്കുമ്പോ എപ്പോഴും അമ്മച്ചി പറയും മൂപ്പായില്ല. അപ്പൊ ഞാൻ അമ്മച്ചിയോട് ചോദിക്കും അതെന്നാന്ന് ചോദിക്കുമ്പോ അമ്മച്ചി പറയും ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അവിടെ അമ്മ പറഞ്ഞ കാര്യം അന്നേരം ഓർക്കും. ഇതിങ്ങനെ കുറച്ച് വേരുകളെ ഉണ്ടാവുള്ളൂ, മൂപ്പ് പൂർണ്ണമായ. അത് ഇതെല്ലാം എനിക്ക് തോന്നുന്ന കാമ്പിലേക്ക് പോണതായിരിക്കും ചിലപ്പോ, ഇങ്ങനെ ആയിരിക്കും. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ല, അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന സമയമല്ല. ഞാൻ ചിന്തിക്കാറുമില്ല. അപ്പത്തെ പ്രേക്ഷകരായ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ പലരും പ്രായമായവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ അത് അറിയാൻ പറ്റും അങ്ങനെയാണോ എന്നുള്ളത്. അങ്ങനെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണോട്ടോ ഞങ്ങളോട്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ അമ്മച്ചി എപ്പോഴും അപ്പച്ചനോട് പറയാതെ മൂത്തട്ടില്ല കേട്ടോ. അപ്പൊ അപ്പച്ചൻ പറയണേനാന്നറിയാമോ, ഈ നമ്മളെല്ലാരും പറയണ തണ്ടിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ചേന മൂത്തൂന്ന് അതിന്റെ അർത്ഥം. തണ്ടിന് പഴുപ്പ് വന്ന് ഇല പഴുത്തതല്ലേ നിങ്ങള് പറിച്ചോണ്ട് വന്നതാ. അപ്പൊ ഇല പഴുത്ത് കഴിഞ്ഞാൽ ചേന പറിക്കാം. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് കേട്ടോ. അപ്പൊ അതിലാണ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വന്നത്. ഇങ്ങനെ ഇത് ചിലപ്പോ ഇനിയിപ്പോ എന്തുകൊണ്ടാന്ന് അറിയില്ല, ഇത് ഏതാണ്ട് ഒരു സത്യം ഉണ്ടതില്ല. എന്നാണെങ്കിലും പഴമക്കാരെങ്ങനെ പറയുമ്പോ അതിൽ എന്തെങ്കിലും കാര്യം ഇല്ലാതിരിക്കൂല. അപ്പൊ ഞാനതൊന്ന് പറഞ്ഞതാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പൊ ഇന്ന് രാവിലെ ഒരു ചേനയുടെ പകുതി എടുത്ത് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പകുതി ഇരിക്കുന്നത് പുഴുങ്ങണം. അതിനതേ ചെത്തി ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. കളർ ചേഞ്ച്, പെട്ടെന്ന് കളർ ചേഞ്ച് വരും. കറയാന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അത് വെളിച്ചെണ്ണയും പെട്ട് കയ്യേല് ചൊറിയാതിരിക്കാൻ. ഇനി നമുക്കിതില്ലേ തൊണ്ടി എത്തി എടുക്കാം കേട്ടോ. തൊണ്ടി എത്തി വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇപ്പൊ തന്നെ അടുപ്പത്ത് വെക്കാം. കാരണം ഇത് ഇങ്ങനെ ഇരുന്നാൽ കളർ ചേഞ്ച് വരും. അത് ഒരു സുഖമുള്ള കാര്യമല്ല. അതാ ഈ കടയിലൊക്കെ നമ്മൾ ഇങ്ങനെ ചേന ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, കട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോ ആ ഭാഗം ഇങ്ങനെ കറുത്ത നിറത്തില്. അതപ്പോ ഇവിടെ ഇടയ്ക്ക് ചേന മേടിക്കാറുണ്ട്. അങ്ങനെ മേടിക്കുമ്പോ അതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഭാഗം എല്ലാവരും ചെയ്യണതാട്ടോ. ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുള്ളൂ. ഇതാ നട്ട ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആ ഭാഗം കണ്ടോട്ടോ. ഇത് വേവൂല, ഞെടുമ്പല്ലേ. ഉച്ചക്ക് എങ്ങനെയായിരുന്നു ഉലർത്തിയത്? അടിപൊളിയായിരുന്നു. അപ്പൊ തന്നെ എടുത്ത് പലഹാരം കഴിക്കാൻ പോലെ കഴിച്ചു. ചൂടോടുകൂടി ഉലർത്തിയത് കുറച്ചെടുത്ത്. ഇവിടെ ചേന പ്രിയക്കാരാണ്. എനിക്ക് കാച്ചിലും കപ്പയാട്ടോ ഇഷ്ടം. ഈ ചേനയുടെ അധികം പ്രിയയില്ല. നീ പറഞ്ഞോണ്ട് ഗരോ ഇട്ടു, ഗരം മസാല. അതോടുകൂടി ടേസ്റ്റ് കൂടി. ചേന പുഴുങ്ങി ഇവിടെ തേങ്ങ കാന്താരിമുളകല്ല, ചിലര് ചമ്മന്തി കൂട്ടി കഴിക്കും കാന്താരിമുളക്. അതിങ്ങടെ ചെത്തി എടുക്കണം. എന്നാൽ അതിങ്ങടെ ചെത്തി വെച്ച് കട്ട് ചെയ്താലോ. ഇപ്പം അളിഞ്ഞു പുഴുങ്ങി കയ്യിൽ. ഇത് മുഴുവൻ പുഴുങ്ങിയ ചിലവാകാൻ സാധ്യത എനിക്കധികം വേണ്ട അല്ലേ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, കുറച്ചെടുത്ത് മാറ്റി വെക്കാം ഇവിടെ. സാമ്പാറിനും അല്ലെങ്കിൽ മോരുകറിക്ക് നല്ല ചേനയായിട്ടുള്ള ചമ്മന്തി. ആ പല കാര്യങ്ങളുണ്ട്. അത് ശരിയാണല്ലോ. ഈ ഭാഗം ചെത്ത് കൊണ്ടതാ പറിച്ചപ്പോൾ അതിങ്ങെടുക്കാം. ഇതിരുന്നാ പിന്നെ പറ്റില്ല. ഈ സാധനം ഇല്ലേ, ഈ സാധനം ഞാൻ ചമ്മന്തിക്ക് എപ്പോഴും എടുത്ത് മാറ്റി വെക്കാറുണ്ട്.
ചേനച്ചമ്മന്തിക്ക്. നുറുക്കാട്ടോ. ഒരേ തിക്നെസ്സിൽ ഇരിക്കുവാണെങ്കിൽ വേവുമ്പോൾ ഒരേ രീതിയിലൊക്കെ ഇരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരേ തിക്നെസ്സിലൊന്നും വരില്ല. ഒരേ രീതിയിലിരുന്നാൽ വേവ് കറക്റ്റായിരിക്കും. ഈ നുറുക്കി ഒലത്താൻ നുറുക്കും പോലെ അല്ലല്ലോ ഇതിങ്ങനെ, ഇങ്ങനെയല്ലേ കട്ട് ചെയ്തെടുക്കണത് പുഴുങ്ങാനാവുമ്പോഴേ. കണ്ടോ, എനിക്കങ്ങനെ അത്ര കപ്പയുടെ പോലെ കൺസിസ്റ്റൻസി ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടാൻ ഒരേ തിക്നെസ്സിൽ. മറ്റേതേ എന്നാലാ ഞാൻ പറഞ്ഞില്ലേ കടുപ്പ അനുസരിച്ച് അതിലേക്ക് ഇത് കയറുള്ളൂ. അതെ, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ ഞാൻ വെളിച്ചെണ്ണ തൂത്തേക്കുവാ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റൂല ചൊറിച്ചിൽ. പിന്നെ നമുക്ക് ചേന പുഴുങ്ങാൻ വെക്കാം. ഓക്കെ. ഇപ്പൊ കാണുമ്പോ എന്ത് സുന്ദരനാ, പക്ഷെ ഇത് ചെത്തി കഴിയുമ്പോ ചൊറിഞ്ഞു. ഇച്ചിരി വെളിച്ചെണ്ണ കുറവായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് വേണമായിരുന്നു. ഇതിനൊക്കെ വെള്ളം ഒഴിക്കണ ഇങ്ങനെ അടഞ്ഞു പോവാതെ. അപ്പൊ നമ്മള് എന്റെ കയ്യില്ലേ കണ്ടമാനം ചൊറിഞ്ഞ് വെളിച്ചെണ്ണ തൂത്ത് കുറവായി പോയി. അതിന്റെ ഇടയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് അവർ ചേച്ചി എന്നും പറഞ്ഞ് വന്ന് വിളിച്ച് നമ്മുടെ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ അവരിന്ന് വൈകുന്നേരം വന്നത്. സാധാരണ ഉച്ചയ്ക്ക് മുമ്പ് വരാറുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് ഇവിടത്തെ ഇതോടുകൂടി നിർത്തുവായിരുന്നു അതിന്റെ. പിന്നെ നാളെ സ്റ്റാർട്ടിങ് അമൂലേന്ന്. അപ്പൊ ചേന കഴുകി വൃത്തിയാക്കി നഗക്കെ മീതെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് പുഴുങ്ങാൻ വെക്കുക. ഇത് വേവിക്കാൻ മറ്റേ ഉലർത്താനൊക്കെ ആണെങ്കിൽ ഞാൻ അടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. ഇങ്ങനെ വെള്ളം ഒഴിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുങ്ങാനുള്ള ഐറ്റം എല്ലാവർക്കും അറിയാം. നമ്മളെ മീതെ ഇച്ചിരി വെള്ളം കിടന്നില്ലെങ്കിൽ അത് മുഴുവൻ ഒറ്റ ഇത് അട പോലെയൊക്കെ വരും. അപ്പൊ അതിന് പറയാൻ എനിക്ക് ഭാഷ അറിയില്ല. അങ്ങനെ അടയായിട്ടിരിക്കും. അപ്പൊ നമുക്കില്ലേ ഇത് കട്ടിയിൽ നുറുക്കിയേക്കണത് കൊണ്ട് 3 വിസിൽ അടുപ്പിക്കാവുള്ളൂ. 2 വിസിൽ മതി. അന്നേരം അപ്പയുടെ ഭാഗത്തിന് കുഴയൂല. 3 വിസിൽ അടുപ്പിച്ചു കഴിഞ്ഞാൽ അപ്പം ഓഫ് ചെയ്യുക, വെള്ളം ഊറ്റുക. അതിന് വെള്ളം ഊറ്റാനുള്ള പാത്രം വരെ എടുത്തു വെക്കാം വിസിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ കേട്ടോ. അപ്പൊ പിന്നെ ആ പരിപാടി. എന്നിട്ട് തേങ്ങ കൂട്ടി കഴിക്കുക. വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് തേങ്ങ ഇരട്ടിയാ മതി. ഇപ്പൊ തന്നെ ഇത് വരുമല്ലോ. അപ്പൊ പിന്നെ നമുക്കത് ചെയ്യാം. അപ്പൊ അടയ്ക്കട്ടെ. ഓക്കെ. 3 വിസിലടിച്ചു. മറിക്കുവാണ്. എന്തൊക്കെയുണ്ട് ഈ മറിക്ക് കേട്ടോ. മറിക്കുമ്പോ സൂക്ഷിക്കണം. അപ്പൊ ഇനി ഗ്യാസ് ഇട്ട് വെക്കാം. അപ്പയ്ക്ക് ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പല 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 സംഗതികൾ കൊണ്ടാണ് ഇത് കോരണത്. അതെ, ഉടയാതെ ഞങ്ങൾ എടുത്തതാട്ടോ ചേന. മറ്റേ ചിലതൊക്കെ പക്ഷെ ഉടഞ്ഞു പോയതേ. ഞാൻ പറഞ്ഞു തിക്നെസ് അപ്പയ്ക്ക് നന്നായിട്ട് അങ്ങ് വെന്ത് കുഴയണം. ഇത് കണ്ട വഴി തന്നെ പറഞ്ഞു ഇത് ഉടഞ്ഞിട്ടില്ല. ഇനി ഒരു പുഴുക്ക് ഫോമിലായാലും അപ്പയ്ക്ക് ഇഷ്ടം. എല്ലാവരും ഒക്കെ അല്ല, കൂടുതൽ ആൾക്കാരും ചേന പുഴുങ്ങിയതും ചമ്മന്തിയാ കഴിക്കുന്നത്. പക്ഷെ ഇവിടെ തേങ്ങ ഇരണ്ടിയതാ. കാന്താരിമുളക് ചമ്മന്തി. അതെ അതെ അതെ. ഇവിടെ നേരെ തിരിച്ച തേങ്ങ ഇരണ്ടിയതാ. കപ്പയുടെ കൂടെയാണ് ഇവിടെ ചമ്മന്തി. കപ്പയുടെയും മധുരക്കിഴങ്ങിന്റെയും കൂടെ. മധുരക്കിഴങ്ങിന്റെ കൂടെ ചമ്മന്തി പഠിപ്പിച്ചത് ഇരിങ്ങാലക്കുടയിലെ ചാച്ചനാ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് വന്നപ്പോ എന്നോട് പറഞ്ഞ മധുരക്കിഴങ്ങ് പുഴുങ്ങിക്കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ് തന്നെയല്ല അതിന്റെ കൂടെ ചമ്മന്തി വേണോന്ന്. അല്ല ചമ്മന്തി വേണോന്നല്ല, ചമ്മന്തിയും കൂടെ കഴിക്കണ നല്ലേന്ന്. വേണോന്ന് പറഞ്ഞില്ല കേട്ടോ കഴിക്കണ. അപ്പൊ ഇനി തേങ്ങ ഇടട്ടെ. എനിക്ക് വിടുക. എനിക്ക് വേണ്ട ചേന, എനിക്ക് താല്പര്യമില്ലാത്ത സാധനമല്ല. 2 പേർക്കും എടുത്ത് വെച്ചേക്കാം. തൂകി ഡെക്കറേഷൻ നടത്തുക. നിനക്ക് സോസറി മതിയായിരിക്കും. ചെറുവ നല്ല നീറ്റായി. ഇപ്പം ഞാൻ അപ്പയ്ക്ക് കൊടുക്കാം. മുകളിലും താഴെയും വേണം. ഇത് ചമ്മന്തി കൂട്ടി തിന്നു കഴിഞ്ഞാൽ വിവരം അറിയും. ചൊറിച്ചിലുണ്ട് ഇതിന്. തേങ്ങയാണെങ്കിൽ ആ ചൊറിച്ചിൽ ന്യൂട്രലൈസ് ചെയ്യും. അല്ല പക്ഷെ വേവിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലില്ല, ഒട്ടൂല. ചെറിയ രീതിയിലാണെങ്കിലും ആ ഒരു ഇറിറ്റേറ്റിംഗ് ഇതുണ്ടാവും. അതാണ് പ്രശ്നം. തേങ്ങയാകുമ്പോൾ ഒരു പ്രശ്നവും. സ്മൂത്ത്. ആ ഉപ്പൊന്നും തളിച്ചേടി ഇതിനകത്ത്. എടുത്തതാ ഞാൻ ഒരു കഷ്ണം എഴുതിക്കുന്ന അപ്പയ്ക്ക് കൊടുത്തേക്കാം. എനിക്ക് വേണ്ട. ഇനി ഉണ്ട് ബാക്കി. പക്ഷെ അമ്മ കഴിക്കില്ല. എനിക്ക് ചേനയുടെ താല്പര്യമില്ലാതാ. ചേക്കട്ടെ അങ്ങോട്ട്. ഞാനും ചേനയും തേങ്ങയും ഒരുമിച്ച് കഴിക്കുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നാ പറയണേ. എന്തൊരു കഷ്ടല്ലേ.
നമ്മുടെ ഇവിടുത്തെ ചേന ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല രുചി. ഇവിടെ നിന്ന് പറിച്ച ചേന നിങ്ങൾ കണ്ടല്ലോ പറിക്കാൻ പോണതൊക്കെ. പണ്ട് കാലത്ത് വീടുകളിലൊക്കെ 4 മണിക്ക് കഴിച്ചിരുന്ന ഒരു പലഹാര. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ചേന വളരെ മെഡിസിനലാണ്, ഒരുപാട് രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് ചേന. ആണോ? ചേനക്കോ? രണ്ടാമത് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കുറവാണ്. ഗ്യാസ് ഇല്ലാത്തത് കുറവാണ്. ഇതിലൊന്നും ഗ്യാസിന്റെ പ്രശ്നങ്ങളില്ല. ഏറ്റവും പ്രധാന കാര്യം ഇതൊരു 100% പോയിസൺ ഫ്രീ ഫുഡാണ്. ജൈവവളം മാത്രം. കടയിൽ നിന്നോ മറ്റെവിടെന്നോ മേടിക്കുന്ന സാധനം അത് എന്തൊക്കെ ഇതാണ് അതിനകത്ത് ചേർത്തിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. പിന്നത്തെ പ്രധാന കാര്യം വിശക്കുന്നവന് ശരിക്കും വയറ് നിറയും വിത്ത് ഗുഡ് ഫുഡ്. പുതിയ തലമുറയിലുള്ളവര് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പൊതുവെ അവർക്ക് താല്പര്യം കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ പോയിസൺ ഫ്രീ ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് ഒരിക്കലും അവൈലബിൾ അല്ല പുറത്ത്. എല്ലാവർക്കും ചിക്കനും പുറത്ത് പോയി കുഴിമന്തിയും മറ്റേ മന്തിയും ഇതൊക്കെയാണ് താല്പര്യം. മോശമാണെന്നല്ല, വല്ലപ്പോഴും ഒന്ന് കഴിക്കാം. പക്ഷെ റെഗുലർ ബേസ് അത് കഴിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. അതേപോലെ ഇതുപോലെയുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം അത് എത്ര രുചികരമല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പോയിസൺ ഫ്രീ നേച്ചറാണ് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അതാണ് കാര്യം. ഒരു അപകടവുമില്ല കഴിച്ചാൽ. പിന്നെ ചേനയ്ക്ക് ഞങ്ങൾക്ക് തേങ്ങ കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. കാരണം ചേനയ്ക്ക് തന്നെ പൊതുവെ ഒരു ഇറിറ്റേറ്റിംഗ് ടെക്സ്ചർ ഉണ്ട്. അതിന് ചൊറിച്ചിലുള്ളതാണ്. പുഴുങ്ങിക്കഴിഞ്ഞാൽ തന്നെയും പൂർണ്ണമായിട്ടും ആ ചൊറിച്ചിലിൻ്റെ നേച്ചർ പോകണമെന്നില്ല. അപ്പം അതിൻ്റെ കൂടെ ഈ ചമ്മന്തി പോലെയുള്ള കൂട്ടി കഴിച്ചു കഴിഞ്ഞാലാണ് അത് നമ്മളെ കുറേ കൂടി ഇറിറ്റേഷൻ ഉണ്ടാക്കും. നേരെ തേങ്ങയാണെങ്കിൽ വളരെ മൈൽഡാണ്. ആ എന്തെങ്കിലും ഇറിറ്റേഷനോ ചൊറിച്ചിലിൻ്റെ ഒരു ലാഞ്ചനയോ ഉണ്ടെങ്കിൽ അതിനെ ഇത് ചെയ്ത് കളയും. തേങ്ങയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം അതാണ്. വളരെ ഫ്രണ്ട്ലി ടേസ്റ്റ് ആയിട്ട് മാറും. എനിക്കൊക്കെ ചിലപ്പോൾ ചേന ചില സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്കൊക്കെ ഒരു തിരിചിരിപ്പ് പോലെ വരാറുണ്ട്. ആ ഒരു ടെംപ്ടേഷൻ ഇതിനുണ്ട്. ചൊറിച്ചിൽ വരുന്നതിന്റെ ഒരു ടെംപ്ടേഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചൊറിച്ചിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ചൊറിച്ചിലിന്റെ ടെംപ്ടേഷൻ മാറാനാണ് ഈ ഇത് കഴിക്കുന്നത്. അല്ല, ഈ തേങ്ങ ഉപയോഗിക്കുന്നത്. തേങ്ങ ഭയങ്കര മൈൽഡ് അല്ലേ, മൈൽഡ് ആൻഡ് ഫ്രണ്ട്ലി ടെക്സ്ചറാണ്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ കഴിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കഴിക്കുക, കഴിച്ച് എൻജോയ് ചെയ്യുക.